മുൻ മുഖ്യമന്ത്രിയുടെ വസതിയിലും മരുമകന്റെ വസതിയിലും ഇപ്പോഴത്തെ MLA-യുടെയും ഒക്കെ വീട്ടിൽ റെയ്ഡ് നടക്കുകയാണ് എന്നുള്ളത്. നമുക്കറിയാം, VD സതീശൻ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് തിരിച്ച് കേരളത്തിൽ എത്തിയില്ല. അതിനുള്ളിൽ തന്നെ ED ആണ് ആദ്യം എത്തിയിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീടുകളിൽ ED റെയ്ഡ് പരിശോധന. തിരുവനന്തപുരത്തെ വാടക വീട്ടിലും കണ്ണൂർ പിണറായിയിലെ വീട്ടിലുമാണ് പരിശോധന നടക്കുന്നത്. പിണറായി വിജയനും മകൾ വീണ വിജയനും തിരുവനന്തപുരത്തെ വീട്ടിലുണ്ട്. മുൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട് കോട്ടുളിയിലെ വീട്ടിലും റെയ്ഡ് നടക്കുകയാണ്. റിയാസ് കോട്ടുളിയിലെ വീട്ടിൽ ഇല്ല. 12 ഇടങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. CMRL ഓഫീസിലും MD ശശിധരൻ കർത്തയുടെ വീട്ടിലും ED പരിശോധന നടക്കുന്നുണ്ട്. CMRL എക്സാലോജിക്ക് കേസിലാണ് പരിശോധന നടക്കുന്നത്. ED അന്വേഷണത്തിനെതിരെ CMRL നൽകിയ ഹർജി ഇന്നലെ ഹൈക്കോടതി തള്ളിയിരുന്നു. എന്തായാലും വിവാദ എക്സാലോജിക്ക് CMRL അനധികൃത പണമിടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിനെതിരായ ഹർജിയാണ് ഇന്നലെ ഹൈക്കോടതി തള്ളിയത്. ആ ഹൈക്കോടതിയുടെ നീക്കം നടന്ന 2 മണിക്കൂറിനുള്ളിലാണ് ED പിണറായി വിജയന്റെയും അതുപോലെ തന്നെ വീണ വിജയന്റെയും വസതിയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകളും ട്രോളുകളും നിറഞ്ഞു കഴിഞ്ഞു. ഇവിടെ പ്രധാനമായി നോക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോസ്റ്റാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോസ്റ്റിൽ രാഹുൽ കപ്പ് പിടിച്ചിരിക്കുന്ന പത്രം വായിക്കുന്ന ഒരു ഫോട്ടോയാണ്. ചിരിച്ചുകൊണ്ട് കപ്പും പിടിച്ച പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോയാണ് ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ അടിക്കുറിപ്പ് 2 വരിയേ ഉള്ളൂ. ഒരു കപ്പ് എടുക്കട്ടെ, കപ്പേ എന്നുള്ള രീതിയിലാണ് കമന്റ്. അതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. അതായത് ദ മൂൺ, ദ ലൈറ്റ്, ദ ബാക്ക്, ദ സൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഘട്ടത്തിൽ കപ്പുമായി ഇരിക്കുന്ന ഒരു ഫോട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകുമല്ലോ. അതിനെ കളിയാക്കിക്കൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ പോസ്റ്റ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. 25 മിനിറ്റിനുള്ളിൽ 10,300ഓളം ലൈക്കുകളും അതുപോലെ തന്നെ 1,100ഓളം കമന്റുകളും ഒക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആവേശത്തിലാണ്, വലിയ സന്തോഷത്തിലാണ് എന്ന് വേണം കരുതാൻ. എന്തായാലും റിയാസും ഇപ്പോഴിതാ ഒരു കമന്റ് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. മുഹമ്മദ് റിയാസും ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. മുഹമ്മദ് റിയാസിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: വളഞ്ഞിട്ടടിച്ചോളൂ, പക്ഷേ സംഘപരിവാറിന് മുമ്പിൽ കുമ്പിടില്ല, അവസാന ശ്വാസം വരെയും പോരാടും എന്നാണ് PA മുഹമ്മദ് റിയാസ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എന്തായാലും കുമ്പിടേണ്ട ആവശ്യം എന്തിനാണ് കുമ്പിടേണ്ട ആവശ്യം വരുന്നത്? അതായത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ കുമ്പിട്ട് അയ്യോ അത് ആരെയും അറിയിക്കാതെ അത് നോക്കണേ, അതെങ്ങനെയെങ്കിലും അതൊന്ന് മറയ്ക്കാൻ ശ്രമിക്കണമേ എന്ന് കുമ്പിട്ട് പറയേണ്ടത് ആ ഒരു ഘട്ടത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കുമ്പിടേണ്ട ആവശ്യം ആർക്കും വേണ്ടല്ലോ. പിന്നെ എന്തിനാണ് അനാവശ്യ ഡയലോഗ് അടികൾ എന്നുള്ളതാണ്. എന്തായാലും VD സതീശൻ ഡൽഹിയിൽ പോയി നരേന്ദ്രമോദിയെ കണ്ടതിന് പിന്നാലെ കേരളത്തിൽ പിണറായി വിജയന്റെ വീട്ടിൽ ED റെയ്ഡ് നടക്കുന്നത് സാധാരണ യാദൃച്ഛികതയായി കാണാൻ സാധിക്കില്ല. കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായാണ് പലരും ഇതിനെ കാണുന്നത്. ഡൽഹിയിലെ രാഷ്ട്രീയ കൂടിക്കാഴ്ചയും പിന്നാലെയുള്ള ED നടപടികളും തമ്മിലുള്ള ടൈമിംഗ് ജനങ്ങളിൽ വലിയ സംശയങ്ങൾ ഉയർത്തുന്നുണ്ട്. പൊതുജനങ്ങളിലല്ല, മറിച്ച് CPM-ലെ ജനങ്ങൾക്ക്. ജനാധിപത്യ സംവിധാനങ്ങളിൽ അന്വേഷണ ഏജൻസികൾ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു എന്ന വിമർശനമാണ് ഇതിലൂടെ വീണ്ടും ശക്തമാകുന്നത്. എന്തിനാണ് അങ്ങനെ വീണ്ടും ശക്തമാകുന്നത്? തെറ്റ് ചെയ്തുള്ളിടത്ത് അന്വേഷണം ഉണ്ടാകും. തെറ്റ് ചെയ്തത് രാഷ്ട്രീയക്കാരാണെങ്കിൽ അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ? മോഡിയും VDയും ചേർന്ന് EDയെ വിട്ടിട്ടുണ്ട്, പേടിച്ചു പോയി എന്ന് പറയുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഖാക്കൾ എന്തിനാണ് ഭയക്കുന്നത്? ചോരച്ചാലുകൾ നീന്തി കയറിയവർ ED എന്ന 2 അക്ഷരത്തെ ഭയക്കുന്നത് നാണക്കേടാണ്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ജീവിതമാണ് നിങ്ങളൊക്കെ നയിച്ചിരുന്നു എന്ന് ജനം അറിയട്ടെ. ED എന്ന സർക്കാർ ഏജൻസിക്ക് പിണറായിയുടെ വീട്ടിൽ കയറി റെയ്ഡ് നടത്തി സത്യാവസ്ഥ പുറത്തു വരാൻ പാടില്ലേ? പിണറായിയുടെയും മകളുടെയും കൈകൾ ശുദ്ധമാണ് എന്ന് ED റെയ്ഡിലൂടെ ജനം അറിയുമല്ലോ. അത് നല്ലതല്ലേ? നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ബേജാറാകേണ്ടതില്ല. പിണറായി നിയമത്തിന് അതീതനാണോ? യഥാർത്ഥ പാർട്ടി സ്നേഹികളും ജനവും കാത്തിരുന്ന നിമിഷമാണ്. ED ഒന്നും കണ്ടെത്തില്ല എങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടുവല്ലോ. പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള വിഷയമായി ED റെയ്ഡ് ഉപയോഗിക്കാമല്ലോ. കൈകൾ ശുദ്ധമാണെങ്കിൽ ED റെയ്ഡ് നടത്തട്ടെ എന്നല്ലേ പറയേണ്ടത്? അങ്ങനെ പറയാത്തത് എന്ത് എന്ന ചോദ്യമാണ് ഉയർന്നത്. ഇപ്പോഴിതാ ഈ മിണ്ടാൻ കാത്തിരിക്കുകയാണ് സമരം ചെയ്യാൻ ആളുകൾ. അങ്ങനെ ഇപ്പോൾ സമരത്തിലേക്ക് ഒരുങ്ങുകയാണ്, പ്രതിഷേധത്തിലേക്ക് ഒരുങ്ങുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. മകളുടെ ബാങ്ക് അക്കൗണ്ടിൽ കൈക്കൂലിപ്പണം വാങ്ങിയ മുഖ്യന്റെ വീട്ടിൽ പോയി ചോദിക്കുന്ന ED. മടിയിൽ കനമില്ല എങ്കിൽ മരുമകനും ഭയക്കേണ്ടതില്ല. തീ കൊണ്ടുവാ, തീ കൊടുത്തതും കൊണ്ടുവരല്ലേ എന്ന് പറയുന്നുണ്ട്. പിണറായിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയിട്ട് ഒരു കാര്യവുമില്ല. മടിയിൽ കനമില്ലാത്ത സഖാവ് പിണറായി വിജയൻ മരണം വരെ CPIM ആയിരിക്കും. വല്ല കോൺഗ്രസ്സുകാരനെ വീട്ടിൽ പോയി റെയ്ഡ് നടത്തിയാൽ ED പോരുന്ന വഴി BJPക്ക് ഒരു നേതാവിനെ കൂടി കിട്ടുമെന്ന് പറയുന്നുണ്ട്. മോഡി VDയും ഇന്നലെ കണ്ടു. റെയ്ഡ് ഡീലാണ് എന്ന് പറയുന്നുണ്ട്.
എന്തായാലും അമ്മായിയപ്പനും മരുമോനും അത് കരഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമന്റുകൾ വരുന്നുണ്ട്. 2006-ലും 2011-ലും 2016-ലും ജനങ്ങൾ നൽകിയ മാൻഡേറ്റ് പാർട്ടിക്ക് VS-നുമായിരുന്നു. 2006-ൽ VS-നെ ഭരിക്കാൻ അനുവദിക്കാതിരുന്നത് അയാളായിരുന്നു. 2011-ൽ വിജയം തട്ടിത്തെറിപ്പിച്ചതും അയാളായിരുന്നു. 2016-ൽ VS-ൽ നിന്നും വിജയം തട്ടിയെടുത്തതും അയാളാണ്. ഭരിച്ചത് തോമസും രവീന്ദ്രൻ മാഷും സുനിൽകുമാറും തിലോത്തമനും ശൈലജയുമായിരുന്നു. അവരുടെ ഭരണമികവും പ്രളയവും കോവിഡുമാണ് രണ്ടാം ഭരണം കൊണ്ടുവന്നത്. ഏറാൻ മൂളികളായ കുറെ ശവങ്ങൾ തലപ്പത്ത് കൊണ്ടുവന്ന് ആഭ്യന്തര വകുപ്പിനെ നശിപ്പിക്കുക മാത്രമാണ് ഇയാൾ ആദ്യഘട്ടത്തിൽ ചെയ്തത്. 2024 ലോകസഭാ പരാജയത്തിൽ തന്നെ പാർട്ടിയുടെ തകർച്ച തുടങ്ങിയിരുന്നു. അന്ന് തിരിച്ചറിഞ്ഞില്ല, തദ്ദേശത്തിലും മനസ്സിലാക്കിയില്ല. എന്തായാലും നിയമസഭയിൽ ജനം കൃത്യമായ മറുപടി കൊടുത്തു. പാർട്ടി മെമ്പർമാരും അനുഭാവികളും പാർട്ടി ബന്ധുക്കളും പാർട്ടി സ്നേഹികളും കൂടിയാണ് ഇയാളെയും ഏറാൻ മൂളികളെയും തോൽപ്പിച്ചത്. കണ്ണൂരിന് പുറത്തും ഈ പാർട്ടി ഉണ്ടെന്നും ബോധ്യപ്പെടുത്തി കൊടുത്തതും. മിനിമം 8% വോട്ടെങ്കിലും ഈ വിഭാഗത്തിൽ നിന്നും പോയിട്ടുണ്ട്. അയാളുടെ നാക്കും പ്രവർത്തികളുമാണ് പാർട്ടിയെ തോൽപ്പിച്ചത്. ഒരു കമ്പനി മറ്റൊരു കമ്പനിക്ക് പ്രതിഫലം കൊടുക്കുന്നത് മനസ്സിലാക്കാം. പക്ഷേ ഒരു വശത്ത് നാട്ടിലെ മുഖ്യ ഭരണാധികാരിയുടെ മകളാകുമ്പോഴാണ് പ്രശ്നം, മറ്റൊരു ഭരണാധികാരിയുടെ ഭാര്യയാകുമ്പോഴാണ് പ്രശ്നം. നിങ്ങൾക്ക് ആ പ്രശ്നം മനസ്സിലാകില്ല. ജനത്തിന് മനസ്സിലായി. ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് നേതാക്കളെയാണ്. ഈ പാർട്ടിയെ അവർക്കിപ്പോഴും ഇഷ്ടമാണ്. ഇനിയെങ്കിലും അത് മനസ്സിലാക്കൂ. ജയരാജ രാകേഷ്മാരോടും പറയൂ, ഇൻകുലാബ് ഈ അവസരത്തിൽ വിളിക്കാനുള്ളതെന്ന്. ഏതെങ്കിലും ഒരു വ്യക്തിയോ മകളോ ചെയ്ത കൊള്ളരുതായ്മയെ പ്രതിരോധിക്കാനുള്ളതല്ല സമത്വത്തിന്റെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഈ മന്ത്രമെന്ന് പറഞ്ഞു കൊടുക്കൂ. ഇൻകുലാബ് സിന്ദാബാദ് എന്ന് പറയുന്നുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ശക്തമായ പ്രതിഷേധത്തിന് ഇറങ്ങുകയാണ്. നേരത്തെ ചോദിച്ചതുപോലെ എന്തിനാണ് പ്രതിഷേധം? മടിയിൽ കനമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പ്രതിഷേധം? പക്ഷേ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല മുഖ്യമന്ത്രിയെ ഉറക്കത്തിൽ വിളിച്ചുണർത്തി റെയ്ഡിലേക്ക് കടക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാകില്ല പിണറായി. EDയുടെ അന്വേഷണ നടപടികളും സമൻസും സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് CMRL മാനേജിംഗ് ഡയറക്ടർ SN ശശിധരൻ കർത്ത, കമ്പനി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ നൽകിയ ഹർജികളാണ് ജസ്റ്റിസ് TR രവിയുടെ ബെഞ്ച് തള്ളിയത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് ചെയ്യാത്ത സേവനത്തിന് CMRL വലിയ തുക പ്രതിഫലമായി നൽകിയെന്നാണ് കേസ്. ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ED അന്വേഷണം ആരംഭിച്ചത്. 2019 ജനുവരിയിൽ ആദായ നികുതി വകുപ്പ് CMRL നടത്തിയ റെയ്ഡ് ചെലവുകൾ പെരുപ്പിച്ചു കാട്ടി 132.82 കോടി രൂപയുടെ ക്രമക്കേട് നടത്തിയതായി കണ്ടെത്തിയിരുന്നു. ഇതിൽ 1.72 കോടി രൂപ വീണ വിജയന്റെ കമ്പനിക്ക് നൽകി എന്നായിരുന്നു ആരോപണം. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം നടപടികൾ ആരംഭിക്കാനുള്ള കുറ്റകൃത്യങ്ങൾ നിലവിലില്ലെന്നും EDക്ക് അന്വേഷണം അധികാരമില്ല എന്നുമാണ് CMRL പ്രധാനമായും ഹൈക്കോടതിയിൽ വാദിച്ചത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കമ്പനി നിയമപ്രകാരം നിലവിൽ കേസ് അന്വേഷിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് മറ്റ് ഏജൻസികൾക്ക് ഈ ഇടപെടൽ അന്വേഷണം നടത്താൻ നിയമപരമായി കഴിയില്ല എന്നും ഹർജിക്കാർ വാദിച്ചു. എന്തായാലും പോരാട്ടം അവസാന ശ്വാസം വരെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അപലപിച്ചിരിക്കുകയാണ് CPM. പ്രതിപക്ഷ നേതാവിനെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണമാണ് നടക്കുന്നത്. മുതിർന്ന നേതാവിനെതിരായ ആസൂത്രിത ആക്രമണമാണ്. പിണറായിയോ CPM-നെയോ ഭയപ്പെടുത്താനാവില്ല. എന്നാൽ ഹർജിക്കാരുടെ വാദങ്ങളെ ED കോടതിയിൽ ശക്തമായി തന്നെ എതിർത്തു.